ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ വെജിറ്റേറിയൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്, രണ്ടാമത്തത് നോൺ വെജിറ്റേറിയൻസിന്. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് നമ്മളൊരു എരിവുള്ള ഒരു റൈസാണ്, മുളക് ചോറ്. ഇത് അത്ര എരിവുള്ളൊരു ഐറ്റമല്ല, കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കുറുമ എന്ന് പറയാം. അപ്പോൾ ഇതൊരു ഷാഹി ചിക്കൻ കുറുമ. ഷാഹി എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, കുറച്ച് എന്താ പറയുക, സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുറുമയാണ്. ഒരുപാട് എരിവൊന്നുമില്ല, പക്ഷേ ഭയങ്കര സ്വാദാണ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു കുറുമയാണ്. റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനൊരു പ്രത്യേക സ്വാദ്. എന്തായാലും നമ്മുടെ ഷാഹി ചിക്കൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരെണ്ണം ഇടത്തരം കഷ്ണങ്ങളായി മുറിച്ചത്, 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 1 കപ്പ്, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, കസൂരി മേത്തി പൊടിച്ചത് 1 ടീസ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, ബദാം 10 എണ്ണം, അണ്ടിപ്പരിപ്പ് 15 എണ്ണം, ഫ്രഷ് ക്രീം 1 കപ്പ്, ചൂടുവെള്ളം 1 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ ഷാഹി ചിക്കൻ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കോഴി, ഒരു 1.5 കിലോയുടെ കോഴിയാണ് സാധാരണയായിട്ട് ഞാൻ വാങ്ങുന്നത്, ഏകദേശം ഒരു 1.5 kg. അത് കഴുകി വൃത്തിയാക്കി ഒരു 25 കഷ്ണങ്ങളായിട്ടൊക്കെ മുറിക്കാം. ഒരുപാട് വലിയ പീസല്ല, ഒരു മീഡിയം സൈസ് പീസ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ട തൈര്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ ഇപ്പം നല്ല സെറ്റ് കേർഡ് എന്ന് പറഞ്ഞിട്ട് നല്ല പാക്റ്റായിട്ടൊക്കെ കിട്ടും, ഈ ടെട്രാ പാക്കറ്റിൽ കവറിൽ വരുന്നതല്ല, അല്ലാണ്ട് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടില്ലേ, അത്തരം തൈരാണെങ്കിലും കൊള്ളാം. അതൊന്ന് 1 കപ്പ് എടുക്കുക, അധികം പുളി വേണ്ട. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടയ്ക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെന്താ, അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതും ചിക്കനിലേക്ക് പോകാനുള്ള ഉപ്പാണ്. നന്നായിട്ടൊന്ന് അടച്ച ഇനി ഇത് ചിക്കനിലേക്ക് ഒഴിക്കാം. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം, യോജിപ്പിക്കാം. ഇതിൽ തൈരും ഉപ്പും എല്ലാം കൂടി വരുമ്പോൾ ശരിക്കും ചിക്കനിലേക്ക് നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. കാര്യം തൈര്, നാരങ്ങ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ആ മാംസത്തിലേക്ക് പിടിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാരിനേഷൻ, ഈ ഒരു കൂട്ടിൽ കുറച്ച് നേരം ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും കിടക്കണം. അപ്പോൾ മാറ്റി വയ്ക്കാം, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്, പുരണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളങ്ങ് മറക്കുകയാണ് ഒരു അരമണിക്കൂർ സമയം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം അരമണിക്കൂർ സമയമായിട്ട് മാരിനേറ്റഡ് ആയിട്ടിരിക്കുവാണ്. 1 കപ്പ് കട്ടത്തൈരും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ ചിക്കനിൽ പുരട്ടി വെച്ചത്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അരമണിക്കൂർ സമയം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക്, ഇത് നമ്മൾ എണ്ണയിലൊന്നും അല്ല ചെയ്യുന്നത്, ഒരു നെയ്യിലാണ് നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. താളിക്കല്ല, അങ്ങനത്തെ എന്താ പറയുക, വഴറ്റൽ കാര്യം. ഈ നെയ്യിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക സ്വാദും മണവുമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ, ഒരു ഷാഹി സ്റ്റൈലാണ്. അപ്പം മുഗൾ ചക്രവർത്തിമാരെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ഒരു രീതി ഏകദേശം നമ്മൾ അതുപോലെ കോപ്പി ചെയ്യുന്നില്ല, നമ്മളതിൽ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ചെയ്യുന്നത്. അവരിതിലും റിച്ചായിട്ടാണ് ആഹാരമൊക്കെ കഴിച്ചിരുന്നത്, വളരെ സ്വാദിഷ്ടമായിട്ട്. ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നെയ്യിൽ ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചൊരു മണം, ഈ നെയ്യിലിങ്ങനെ വഴറ്റി വരുന്ന എന്താ മണം എന്നറിയാം. ആദ്യം 1.5 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ്, പിന്നെന്താ വേണ്ടത്, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞ്, ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫുൾ വെളുത്തുള്ളിയുടെ ഒരു ഉണ്ട അത്ര എടുക്കുകയാണെങ്കിൽ, ഒരു ഫുൾ ഗാർലിക്, പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്ത് ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി, ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാകാൻ തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞത്,
സവാളയും ഒരു ചെറിയൊരു ഗോൾഡൻ കളറാകാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജിൽ ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർക്കും. അപ്പോൾ കൂട്ടത്തിലൊരു സന്തോഷ വാർത്ത പറയട്ടെ. നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഒരു മാജിക് അവൻ റെസിപ്പീസ് നമ്മളൊരു ബുക്കിൻ്റെ രൂപത്തിലാണ് സാധാരണയായിട്ട് പുറത്തിറക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എന്താ പറയുക, ആദ്യത്തെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ബുക്കെല്ലാം തന്നെ വളരെ വലിയൊരു സ്വീകരണമാണ് തന്നിരുന്നത്. അപ്പോൾ 4ാമത്തെ ബുക്കിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇറങ്ങാറായില്ല. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് പറയാൻ. കാരണം 4th ബുക്ക് റിലീസായി കഴിഞ്ഞു. മാജിക് അവൻ പാചകക്കൂട്ട് എന്നാണ് അതിൻ്റെ പേര്. DC ബുക്സാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അത് DC ബുക്സിൽ അവർ എന്താ പറയുക, അവർ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞു പുതിയ ബുക്ക് മാജിക് അവൻ പാചകക്കൂട്ട്. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു വരാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കും. ഇതിൻ്റെ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ബ്രൗൺ ആയി തുടങ്ങുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നു. നിറം മാറി. ഇനി എന്താണ്? ഇനി നമ്മൾ ഈ ഒരൽപ്പം കുറച്ചിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ മുളക് പൊടി. ഒരുപാട് സ്പൈസി അല്ല ഈ വിഭവം, ഒത്തിരി എരിവുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അത്ര ആവശ്യമുള്ളൂ. 2 കാര്യങ്ങളും കൂടി ചേർത്ത് ഒരു മിനിറ്റ് കാര്യം അതിൻ്റെ ഒരു പച്ചച്ചുവ മാറണം. നമ്മുടെ ഒരു അളവനുസരിച്ചിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് വേണ്ടത്. അതിൻ്റെ പകുതി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇപ്പോൾ ചേർക്കാം ഈ സമയത്ത്. ഒരു മസാലയുടെ മണം വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ ആ ഒരു ചാറോട് കൂടി, അതായത് ആ തൈരിൻ്റെ മിശ്രിതത്തോടു കൂടി തന്നെ ഒഴിക്കും. ഇനി ഒന്ന് ഇളക്കി ഒഴിച്ചു. അപ്പോൾ തീ വീണ്ടും നമ്മൾ കൂട്ടി കൊടുത്തു. അപ്പോൾ 5 മിനിറ്റ് സമയം ഇങ്ങനെ വഴറ്റുക. ഒരു 5 മിനിറ്റ് സമയം ഏകദേശമായി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് ചൂടുവെള്ളം. ഇനി ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. പാത്രം ഒന്ന് അടച്ചിടാം. ഏകദേശം വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. അതുകൊണ്ട് ചിക്കൻ്റെ പീസസ് എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറന്ന് നോക്കി. കുറച്ച് ചാറ് ബാക്കിയുണ്ട്, ആവശ്യത്തിന് ചാറ്. എന്നാൽ ഒരുപാട് തിക്കല്ല, കുറച്ച് ഘനം കുറഞ്ഞ് എന്താ പറയുക, കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന ചാറ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം, 1 കപ്പ് ഫ്രഷ് ക്രീം. ഇനി ഇതാണ് ഇപ്പോൾ ഒരു ഷാഹിയായി മാറാൻ പോകുന്നത്. ഫ്രഷ് ക്രീം 1 കപ്പ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിച്ച് ആയിട്ടുള്ളൊരു സ്റ്റൈലായിട്ടുള്ളൊരു ചിക്കൻ കുറുമയാണ്, ഷാഹി ചിക്കൻ. ആ റിച്ച്നെസ് കൊടുക്കുന്നത് ഈ ഫ്രഷ് ക്രീമാണ്. നമ്മൾ പക്ഷേ കാഷ്യൂ പേസ്റ്റ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അതൊക്കെ ചേർക്കാണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിലും ഇത് നല്ലൊരു കുറുകിയ ഒരു ചാറോടുകൂടി നല്ലൊരു ചിക്കൻ കുറുമയായി മാറും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാല പൊടി ചേർക്കാൻ ബാക്കിയുണ്ട്, അത് ചേർക്കാം. പിന്നെ വേണ്ടത് ആൽമണ്ട്സ്, ബദാം കഷ്ണങ്ങളാക്കിയത്. ഓരോന്നും 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മുറിച്ചത്, അത് ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് 10ഓ 15ഓ അണ്ടിപ്പരിപ്പ്, അത് മുഴുവനെ ഇടാം. 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ചെറിയ 2 കഷ്ണമായിട്ടൊക്കെ മുറിച്ച് വേണമെങ്കിൽ ഇടാം. അണ്ടിപ്പരിപ്പ്, കുറച്ച് മല്ലിയില ഈ സ്റ്റേജിൽ ചേർക്കാം. കുറുകി തുടങ്ങി. ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കുറുകി വരികയാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ ഈ സ്റ്റേജിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ശരിക്കുമുള്ളൊരു ആ ഷാഹി ഗ്രേവിയുടെ ഒരു മണം വരുന്നതിന് നമ്മൾ കസൂരി മേത്തി പൗഡർ. കസൂരി മേത്തി അറിയാമല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കസൂരി മേത്തിന് ഉലുവച്ചീരയുടെ ഇല ഉണക്കിയത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഒന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ വരെ ചേർക്കാം. 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ. അതും കൂടി വരുമ്പോഴാണ് ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അല്ലെങ്കിൽ ആ മണം വരുന്നത്, മണവും രുചിയും. ഇനി
ഒരു 5 മിനിറ്റ് സമയം കൂടി അടുപ്പിൽ തന്നെ ഇട്ടേക്കാം. ഒന്നുകൂടി ഒന്ന് കുറുകിക്കോട്ടെ. അത് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് മാറ്റി ആയിക്കഴിഞ്ഞു. ഒരു 5 മിനിറ്റ്സ് മോർ ഒരു ഇടത്തരം തീയിലിട്ട് കുറച്ച് ഒന്നുകൂടി ഒന്ന് റെഡിയാകും. ഇപ്പോൾ നമ്മളുടെ ഷാഹി ചിക്കൻ കുറുമ റെഡിയായി കഴിഞ്ഞു. മേൽഭാഗത്തേക്ക് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചെറിയ തീയിലിട്ടിരിക്കുവാണ്. പിന്നെ ഫ്രഷ് ക്രീം ഒഴിച്ചു, ബാക്കി എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ നെയ്യ് ഇങ്ങനെ മേളിലേക്ക് തെളിയുന്ന ആ ഒരു സ്റ്റേറ്റ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ ഷാഹി ചിക്കൻ കുറുമ അവിടെ ഞാൻ വിളമ്പി കഴിഞ്ഞു. അലങ്കാരത്തിന് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും മല്ലിയിലയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അലങ്കരിച്ച് വിളമ്പാം. എന്തായാലും വളരെ സ്വാദുള്ളൊരു വിഭവമായിരിക്കും, ഞാൻ ഗ്യാരണ്ടി പറയാണ്. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. എങ്കിലും ഇപ്പോൾ പുലാവ് പോലെയുള്ള കാര്യങ്ങളുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ പ്ലെയിൻ റൈസ് ആകാം, ചപ്പാത്തി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ പിന്നെ ആപ്പം ഒക്കെ കഴിക്കാൻ പറ്റും. ഇതൊരു കുറുമയല്ലേ, അപ്പോൾ അത്തരം വിഭവങ്ങളുടെ കൂടെ കഴിക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കാം, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു സ്പൈസി വിഭവമാണ്, മുളക് ചോറ്. പിന്നെ രണ്ടാമത് കാണിച്ചത് അത്ര സ്പൈസി അല്ല, പക്ഷെ വളരെ സ്വാദുള്ളൊരു വിഭവമാണ് ഷാഹി ചിക്കൻ കുറുമ. എന്തായാലും 2 വിഭവങ്ങളും പരീക്ഷിക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കാണുമ്പോൾ